മക്കളെ, നിങ്ങൾക്കായിട്ടൊരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ SSLC നമ്മുടെ പബ്ലിക് എക്സാമിന് നമ്മുടെ സോഷ്യൽ സയൻസിലെ കുറച്ച് പോർഷൻസ് നമുക്ക് കുറച്ച് പഠിച്ചാൽ മതി. അതായത് നമ്മുടെ എക്സാമിന് വേണ്ട സിലബസിൽ കുറച്ച് ക്രമീകരണങ്ങളൊക്കെ, കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് എവിടെ നിന്ന് അവൈലബിൾ ആണെന്ന് ചോദിച്ചാൽ www.scrtkerala.gov.in എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് ആണ്. ഓക്കെ, അവിടെ എന്തൊക്കെയാണ് പറയുന്നത്, നമ്മുടെ SSLC എക്സാം, സോഷ്യൽ സയൻസ് എക്സാം എങ്ങനെയൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് മെയിൻലി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ളത് മിസ് പറഞ്ഞു തരാം. അപ്പോൾ നോക്കി, നമ്മുടെ ഈ എക്സാമിന് സെക്ഷൻ എ, സെക്ഷൻ ബി എന്നും പറഞ്ഞ്, സെക്ഷൻ എ എന്നും സെക്ഷൻ ബി എന്നും പറഞ്ഞ് രണ്ട് സെക്ഷൻസ് ഉണ്ട്. ഈ ഓരോ സെക്ഷനിൽ നിന്നും നമുക്ക് 40 മാർക്ക്, ഓക്കെ, 40 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. 40 മാർക്കിന് ഓരോ സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ഈ സെക്ഷൻ എന്ന് പറയുമ്പം അവിടെ നമ്മുടെ ജോഗ്രഫിയിലെ കുറച്ച് പോർഷൻസ് കാണും, ഹിസ്റ്ററിയിലെ കുറച്ച് പോർഷൻസ് കാണും. സെക്ഷൻ ബിയിൽ നിന്ന് പറയുമ്പോഴും ജോഗ്രഫിയിലെ കുറച്ച് ചാപ്റ്റേഴ്സും ഹിസ്റ്ററിയിലെ കുറച്ച് ചാപ്റ്റേഴ്സും ഉണ്ട്. എന്നാൽ ഈ സെക്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സ്, ആ പറഞ്ഞിരിക്കുന്ന പാഠങ്ങൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അവിടുന്ന് നമുക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല. ആ സെക്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് പോകണം. ഓക്കെ, എന്നാൽ സെക്ഷൻ ബിയിലെ പറഞ്ഞിരിക്കുന്ന കുറച്ച് ചാപ്റ്റേഴ്സ്, ആ ചാപ്റ്റേഴ്സ് നമ്മൾ തിരഞ്ഞെടുത്ത് പഠിച്ചാൽ മതി. ആ ചാപ്റ്റേഴ്സ് ഇപ്പം 2 ചാപ്റ്റേഴ്സ് വന്നിട്ട് ആ ചാപ്റ്ററോ അല്ലെങ്കിൽ ഈ ചാപ്റ്റർ അങ്ങനെ ഓറിട്ടായിരിക്കും അവിടുത്തെ സെക്ഷൻ ബിയിലെ ചാപ്റ്റേഴ്സ്. അതെന്തൊക്കെയാണെന്നുള്ള മിസ് പറഞ്ഞു തരാം. അപ്പോൾ നോക്കിക്കുക, സെക്ഷൻ എ, ആദ്യത്തെ സെക്ഷൻ എയിൽ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണിത്. ഓക്കെ, സെക്ഷൻ എയിൽ നമ്മുടെ സാമൂഹ്യശാസ്ത്രം 1, അതായത് നമ്മുടെ ഹിസ്റ്ററി, ചരിത്രത്തിനകത്തെ പഠിക്കേണ്ട, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെക്ഷൻ എയിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതായത് സെക്ഷൻ എയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്റർ ഫുള്ളായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. അത് ഏതൊക്കെയാണ് ആ ചാപ്റ്റർ നോക്കിയാൽ, നമ്മുടെ ഹിസ്റ്ററിയിലെ സമരവും സ്വാതന്ത്ര്യവും, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്നുള്ള ചാപ്റ്റർ, അതിന് 5 മാർക്കാണ് കേട്ടോ. ആ ചാപ്റ്ററിന് 5 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. അടുത്ത എന്താണ്, സംസ്കാരവും ദേശീയതയും, കൾച്ചർ ആൻഡ് നാഷണലിസം എന്ന ചാപ്റ്റർ, അതിൽ നിന്ന് 4 മാർക്ക്. അടുത്ത എന്താണ്, കേരളം ആധുനികതയിലേക്ക്, കേരള ടുവേർഡ്സ് മോഡേണിറ്റി എന്ന ചാപ്റ്റർ, അതിന് 4 മാർക്ക്. പൗരബോധം, സിവിക് കോൺഷ്യസ്നെസ് എന്ന ചാപ്റ്റർ, അത് 4 മാർക്ക്. സോഷ്യോളജി വാർഡ് വൈ, സാമൂഹ്യശാസ്ത്രം എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് 3 മാർക്ക്. അങ്ങനെയായിരിക്കും നമ്മുടെ ഹിസ്റ്ററിയിലെ ഈ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോകണം. അങ്ങനെ ഹിസ്റ്ററിയിലെ ഈ 5 ചാപ്റ്റേഴ്സിൽ നിന്നുകൊണ്ട് നമുക്ക് ആകെ ലഭിക്കുന്ന മാർക്ക് 20 മാർക്കായിരിക്കും. ഈ 5 ചാപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് ആകെ ലഭിക്കുന്ന മാർക്ക് 20 മാർക്കായിരിക്കും. ഓക്കെ, ഇത് സെക്ഷൻ എയിലെ ഹിസ്റ്ററിയിലെ ചാപ്റ്റേഴ്സ് ആണ്. അതുപോലെ തന്നെ സെക്ഷൻ എയിൽ തന്നെ ജിയോഗ്രഫിയിലെ ചാപ്റ്റേഴ്സ്, സെക്ഷൻ എയിലെ തന്നെ നമ്മുടെ സാമൂഹ്യശാസ്ത്രം 2, ജിയോഗ്രഫിയിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ പൊതുചെലവും പൊതുവരുമാനവും, പബ്ലിക് എക്സ്പെൻസ് ആൻഡ് പബ്ലിക് റവന്യൂ എന്നുള്ള ചാപ്റ്റർ 4 മാർക്കിനായി ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. വൈവിധ്യങ്ങളുടെ ഇന്ത്യ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് എന്നുള്ള ചാപ്റ്റർ 7 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മുടെ മാപ്പിൻ്റെ പാഠക്കയിലെ, അതാണ് നമ്മൾ ഓൾറെഡി അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് ഒക്കെ മിസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മാപ്പിന് വേണ്ടിയുള്ള സെപ്പറേറ്റ് വീഡിയോയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്നുള്ള ചാപ്റ്റർ. ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം, റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ എന്നുള്ള ചാപ്റ്റർ ജോഗ്രഫിയിൽ, അത് 5 മാർക്കിനാണ്. ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണം, അതായത് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള നമ്മുടെ ജോഗ്രഫിയിൽ ഈ ചാപ്റ്ററുകളിൽ നിന്നെല്ലാം, അതായത് ഈ പറഞ്ഞ 4 ചാപ്റ്ററുകളിൽ നിന്നുള്ള നമുക്ക് ലഭിക്കുന്ന മാർക്ക് 20 മാർക്കാണ്. സോ ഈ സെക്ഷൻ എയിൽ നമ്മൾ പറഞ്ഞ ഈ പറഞ്ഞ 5 ഇവിടെ ഹിസ്റ്ററിയിൽ 5 ചാപ്റ്റേഴ്സും ഉണ്ട്, ജോഗ്രഫിയിൽ അവിടുത്തെ 4 ചാപ്റ്റേഴ്സും ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് പോകണം. അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പഠിക്കാനൊന്നും നിൽക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് പോകേണ്ട ചാപ്റ്റേഴ്സ് ആണ്. എന്നാൽ 2 സെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സെക്ഷൻ എയിൽ 40 മാർക്ക് എങ്ങനെയാണ്, 20 മാർക്ക് ഹിസ്റ്ററിയിൽ നിന്നും 20 മാർക്ക് ജോഗ്രഫിയിൽ നിന്നും. അങ്ങനെ സെക്ഷൻ എ കംപ്ലീറ്റ്. എന്നാൽ ഇനി സെക്ഷൻ ബിയിൽ വരുമ്പോഴത്തേക്കും പാർട്ട് ബി, ഒരു ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് 20 മാർക്ക്, ജോഗ്രഫിയിൽ നിന്ന് 20 മാർക്ക്. അത് നമുക്ക് തിരഞ്ഞെടുത്ത് പഠിക്കേണ്ട യൂണിറ്റുകളാണ് കേട്ടോ. ഏതെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചാൽ മതി. അതായത് സെക്ഷൻ ബിയിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഓക്കെ, അത് തിരഞ്ഞെടുത്ത് പഠിക്കാം. സാമൂഹ്യശാസ്ത്രമാണ്. നമ്മുടെ ഹിസ്റ്ററിയിൽ നമുക്ക് തിരഞ്ഞെടുത്ത് പഠിക്കാവുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നോക്കിക്കോണേ. ഒന്നെങ്കിൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, അതായത് റിവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന ചാപ്റ്ററോ, അല്ലെങ്കിൽ ലോകം 20ാം നൂറ്റാണ്ട്, വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി എന്ന ചാപ്റ്ററോ, ഇവ രണ്ടിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയാൽ മതി. ഒന്നെങ്കിൽ ഈ ചാപ്റ്റർ പഠിക്കാം, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ. ഇത് പഠിച്ചാൽ ഇത് പഠിക്കേണ്ട, അങ്ങനെ. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ചാപ്റ്ററാണ് അങ്ങനെ പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പഠിച്ചുകൊണ്ട് പോയാൽ മതി. അവിടെ നിന്ന് നമുക്ക് 6 മാർക്ക്. ഇതിനടുത്ത് എന്താണ്, പൊതുഭരണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ചാപ്റ്റർ, അല്ലെങ്കിൽ രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും, സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ള
ചാപ്റ്റർ, അവിടെ നമുക്ക് 8 മാർക്ക്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. ഇത് പഠിച്ചാൽ ഇത് പഠിക്കേണ്ട, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ പഠിക്കുക, ഈ ചാപ്റ്റർ പഠിക്കേണ്ട, അങ്ങനെ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. നോക്കിക്കോ, ഇനി അടുത്ത ചാപ്റ്റർ ഏതാണ്? നമ്മുടെ ഹിസ്റ്ററിയിലെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്ത് നിൽപ്പും എന്ന ചാപ്റ്ററും, അല്ലെങ്കിൽ സ്വതന്ത്ര അനന്തര ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നുള്ള ചാപ്റ്ററും. അങ്ങനെ ഈ ഒരു ചാപ്റ്ററുകൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. അവിടെ നമുക്ക് ലഭിക്കുന്ന മാർക്ക് ഈ ചാപ്റ്ററുകളിൽ നിന്ന് 6 മാർക്ക്. അങ്ങനെ സെക്ഷൻ ബിയിൽ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന 20 മാർക്ക് അങ്ങനെയാണ്. അപ്പോൾ ഏതെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും 3 ചാപ്റ്റേഴ്സ് പറഞ്ഞാൽ മതി, പഠിച്ചാൽ മതി. ഇതിൽ 3 ചാപ്റ്റേഴ്സ് പഠിക്കുക, 20 മാർക്ക് നമ്മുടെ സുഖമായിട്ട് നമ്മുടെ പോക്കറ്റിലിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ സെക്ഷൻ ബിയിൽ തിരഞ്ഞെടുത്ത് പഠിക്കേണ്ടതാണ്. ഇത് സെക്ഷൻ ബിയിൽ നമ്മൾ തിരഞ്ഞെടുത്ത് പഠിക്കുക. അതായത് ഏത് നമ്മുടെ ജോഗ്രഫിയിൽ നമ്മൾ തിരഞ്ഞെടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പം അങ്ങനെ തിരഞ്ഞെടുത്ത് പഠിക്കും. നമുക്ക് എത്ര മാർക്കാണ് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്? 20 മാർക്ക്. ഓക്കെ, നോക്കിക്കേ, ഋതുഭേദവും സമയം, സീസൺസ് ആൻഡ് ടൈം എന്ന ചാപ്റ്റർ, അല്ലെങ്കിൽ കാറ്റിൻ്റെ ഉറവിടം തേടി, ഇൻ സെർച്ച് ഓഫ് വിൻഡ് എന്നുള്ള ചാപ്റ്റർ. ഇതിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പഠിച്ചാൽ മതി. ഒരു ചാപ്റ്റർ പഠിച്ചാൽ മറ്റേത് പഠിക്കേണ്ട. ആ ചാപ്റ്റർ പഠിക്കുക, ഏതെങ്കിലും ഒന്ന് പഠിക്കുക. നമുക്ക് 8 മാർക്ക് സുഖമായിട്ട് നമ്മുടെ പോക്കറ്റിലിരിക്കും. ഇതിനടുത്ത എന്താണ്? ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനവും, ഐസ് ഇൻ ദ സ്കൈ ആൻഡ് ഡേറ്റ അനാലിസിസ് എന്നുള്ള ചാപ്റ്റർ, അല്ലെങ്കിൽ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ, ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്സ് എന്ന ചാപ്റ്റർ പഠിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പഠിക്കുക, 4 മാർക്ക് നമുക്ക് സുഖമായിട്ട് ലഭിക്കും. then അല്ലെങ്കിൽ മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ എന്ന ചാപ്റ്ററോ, അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സർവീസസ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുക. അവിടെ നമുക്ക് 8 മാർക്ക് ലഭിക്കും. അങ്ങനെ ടോട്ടൽ 20 മാർക്ക്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് സെക്ഷൻ എയും ബിയും ഉണ്ട്. സെക്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കുക. സെക്ഷൻ ബിയിൽ നമ്മൾ തിരഞ്ഞെടുത്ത് പഠിച്ചാൽ മതി കേട്ടോ. തിരഞ്ഞെടുത്ത് ആ ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ഋതുഭേദങ്ങളും സമയമാണ് നമ്മൾ പഠിക്കുന്നെങ്കിൽ കാറ്റിന് ഉറവിടം തേടി എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ട. അങ്ങനെ ഓക്കെ. അപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ എക്സാമിന് വേണ്ടി പഠിച്ച്, ഇപ്പോൾ നമ്മുടെ സിലബസ് ഒക്കെ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വലിയ ബേർഡൻ ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് സുഖമായിട്ട് ഫുൾ A+ നേടാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക കേട്ടോ. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. സോഷ്യൽ സയൻസിനെ കുറിച്ച് ഇനി പേടിക്കാനേ വേണ്ട. കുറച്ച് പോർഷൻസ് ഒക്കെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടൊന്ന് പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും.